ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് അല്പസമയം ചിന്തിക്കാൻ തിരഞ്ഞെടുത്ത ചിന്താവിഷയം കഷ്ടത. ലോകത്തിൽ കഷ്ടതയുണ്ട്. ഓരോ ദിവസവും കഷ്ടതയുടെ വാർത്ത കേൾക്കുന്നു. ദൈവമക്കൾക്കുണ്ടാവുന്ന കഷ്ടതയിൽ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കണം. യെശയ്യാവ് 30:20 കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും ദൈവം നിന്നെ മറക്കുകയില്ല. കഷ്ടതയെക്കുറിച്ച് 3 രീതിയിൽ ചിന്തിക്കാം. ഒന്നാമതായി, കഷ്ടതയുടെ മഹത്വം. കഷ്ടതയുടെ മഹത്വം അനുഭവിക്കുക എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ പദവിയാണ്. കഷ്ടത മൂലം സഹനശക്തി, ക്ഷമ എന്നീ വലിയ മഹത്വം ഒരു ക്രിസ്ത്യാനിക്ക് ലഭിക്കുന്നു. നാം പൊഴിക്കുന്ന കണ്ണുനീർത്തുള്ളി പോലും നഷ്ടപ്പെടാതെ ദൈവം സൂക്ഷിക്കുന്നത് അവയെ അനുഗ്രഹത്തിൻ്റെ മുത്തുമണികളാക്കാനാണ്. ചെറിയ കഷ്ടത ശീലിച്ചവർക്ക് മാത്രമേ വലിയ കഷ്ടത നേരിടുവാൻ പറ്റുകയുള്ളൂ. രണ്ടാമതായി, കഷ്ടതയുടെ ആത്മീയത. ആദിമ സഭാ വിശ്വാസികൾ അനേകം കഷ്ടതയിലൂടെ വളർന്നവരാണ്. കഷ്ടതയിലും വിശ്വാസത്തിലും അവർക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിച്ചു. ആത്മീയതയിൽ കഷ്ടതയുണ്ട്. കഠിനമായ വേദനയിലൂടെ കടന്നു പോകുവാനും കരയുവാനും കഴിയുമ്പോൾ മാത്രമേ ആത്മീയ വളർച്ച ഉണ്ടാകുകയുള്ളൂ. കഷ്ടത സഹിക്കുന്ന കർത്താവിൻ്റെ മുഖമാണ് കാൽവരിയിൽ കാണുന്നത്. മൂന്നാമതായി, കഷ്ടത നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്രിസ്ത്യാനിയുടെ കഷ്ടത ദൈവത്തിൻ്റെ ശുദ്ധീകരണത്തിന് കാരണമാകുന്നു. വചനത്തിലെന്നും നിലനിൽക്കാൻ കഴിയണം. കഷ്ടത ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവിടെ പ്രതീക്ഷ കൈവിടരുത്. ഒരു തൊട്ടാവാടിയെ എത്ര തവണ തന്നെ തളർത്തിയാലും തളരാതെ നിശ്ചിത സമയത്തിനുള്ളിൽ കരുത്തോടെ തല ഉയർത്തി നിൽക്കും. കഷ്ടതയിൽ കരുത്ത് പകരുന്ന ദൈവം കൂടെയുണ്ട്. അങ്ങനെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ മാറുവാൻ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.